അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒന്നെന്ന് പറയുമ്പോഴത്തേക്ക് വൈൻഡിങ് പ്രോബ്ലം ഉണ്ടായിരുന്നു. അതിനുശേഷം എന്ന് പറയുന്നത് ഇതിൻ്റെ എയർ ഫുള്ളാവില്ല, ഒരു 40-50. പ്രൈം ടൂൾസിൻ്റെ ഭാഗമായിട്ട് നമ്മളിന്ന് കംപ്രസർ, ഇത് 25 ലിറ്റർ എയർ കംപ്രസറാണ്. നമ്മളപ്പോൾ ഇതിനെ എല്ലാം ക്ലീൻ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒന്നെന്ന് പറയുമ്പോഴത്തേക്ക് വൈൻഡിങ് പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കംപ്രസറിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈൻഡിങ് എന്ന് പറയുമ്പോൾ അലൂമിനിയം വൈൻഡിങ് ആണ് ഇതിൽ കൂടുതലും വരുന്നത്. നമുക്കതാ ഇവിടെ ചെറുതായിട്ട് നോക്കുമ്പോൾ ഇവിടെ കാണാൻ പറ്റും അലൂമിനിയം വൈൻഡിങ് ആണ്. അപ്പം ഇവിടെ വന്ന പ്രശ്നം നമ്മൾ ഓൾറെഡി തീർത്ത് കഴിഞ്ഞു. കാരണം നമുക്ക് പ്രൈം ടൂൾസിന് വൈൻഡിങ് കൂടെ ഉള്ളതുകൊണ്ട് നമുക്കിതൊന്നും ഒരു വലിയ വിഷയമല്ല. അതിനുശേഷം എന്ന് പറയുന്നത് ഇതിൻ്റെ എയർ ഫുള്ളാവില്ല, ഒരു 40-50 ബാറിൽ വരുമ്പോഴത്തേക്ക് അതിങ്ങനെ അടിച്ചടിച്ച് നിൽക്കുന്നു, മേലോട്ട് വരുന്നില്ല എന്നുള്ളൊരു പ്രോബ്ലമാണ്. അപ്പോൾ അത് പിന്നെ ഇതിൻ്റെ ബെയറിങ്, റോട്ടർ ബെയറിങ്ങിന് പ്രശ്നം ഉണ്ടായിരുന്നു, സീലിന് പ്രശ്നം ഉണ്ടായിരുന്നു. അതെല്ലാം ചെയ്തു നമ്മൾ. ബെയറിംഗ് എല്ലാം എടുത്ത് ഇനിയിപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴും നമ്മൾ ക്വാളിറ്റിയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പൈസയിലുപരി എങ്കിൽ മാത്രമേ അതിനൊരു ഡ്യൂറേഷൻ കിട്ടുകയുള്ളൂ. അതിനുശേഷം എല്ലാം നമ്മൾ ക്ലിയറായിട്ട് ക്ലീൻ ചെയ്തു, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി അടുത്ത ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് ഫുള്ളായിട്ട് പൊളിച്ചേക്കണം, ഒരു നെറ്റ് പോലും ഇല്ലാതെ എല്ലാം അത് പൊളിച്ചു റെഡിയാക്കി വെച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യുന്നൊരു ഭാഗമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ പെർഫെക്ഷൻ കറക്റ്റ് ആവുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് ഇത് ആദ്യം റോട്ടർ കയറ്റിയിട്ടിട്ട് വേണം നമുക്കതിൻ്റെ ക്രാങ്കും അതിൻ്റെ ഷാഫ്റ്റുകളൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഓയിൽ നമുക്കിതിലേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ടൊരു ഓയിൽ സീലുണ്ട്. ഈ പോയിൻറ്റിൽ ഓയിൽ കിടക്കുന്നതാണ്. ഇവിടെ ഇങ്ങനെ ഓയിൽ റൂമാണിത്. അപ്പോൾ ഇത് മോട്ടോർ സൈഡിലേക്ക് ഓയിൽ പോയിരിക്കണമെങ്കിൽ നമുക്കൊരു ആ സീല് നമ്മൾ കറക്റ്റ് ചെയ്യണം. അപ്പം നമ്മൾ ആ സീല് നമ്മളതിലേക്ക് വെച്ചു. അപ്പോൾ സീൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് നമുക്ക് റോട്ടറിലേക്ക് കടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു ബെയറിംഗ്, നമ്മൾ ഈ ബെയറിംഗ് പുതിയത് ഇട്ടേക്കാണ്. ഇത് ക്രാങ്ക് ഫിറ്റ് ചെയ്യുന്ന ഒരു ബോൾട്ടാണ്. ഈ ബോൾട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ത്രെഡാണ് നമ്മൾ ഓപ്പോസിറ്റാണ് ഇതിൻ്റെ ഇത് തുറക്കാനും അടയ്ക്കാനും ഉള്ളത്. കാരണം റൊട്ടേഷൻ വരുമ്പോൾ ഇളകി പോയിരിക്കണം, അങ്ങനെ ഒരു സംവിധാനം കമ്പനി ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഈ റോട്ടർ വളരെ അത് ഫിറ്റായിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് നമ്മുടെ ഈ സൈഡിലെ ക്രാങ്ക് സെറ്റ് ചെയ്യാനുള്ളത്. നമ്മളപ്പോൾ ഫിറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ ക്ലീൻ ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും അതിന് പ്രത്യേക കെമിക്കൽ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് കറക്റ്റ് ചെയ്യുന്നത്. ഹാമർ വെച്ച് ചെറുതായിട്ട്, അധികം തട്ടാതെ, അത് കയറത്തക്ക രീതിയിൽ ആ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അങ്ങ് എത്തിയിട്ടുണ്ട് എന്നുള്ളത്. ഒരു എൽക്കിയാണ്. ഞാൻ പറഞ്ഞില്ലേ, സാധാരണ നമ്മൾ ചെയ്യുന്നത് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ഇത് ടൈറ്റ് ചെയ്യാനുള്ളത്. എൽക്കി ആയതുകൊണ്ട് അതിന് പറ്റിയ ഇതാണ് അതിൻ്റെ പിസ്റ്റൺ. ഈ പിസ്റ്റൺ ഞാൻ താഴോട്ടും മേലോട്ടും പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഈ അന്തരീക്ഷ വായു വലിച്ച് നമ്മുടെ ആ ടാങ്കിലേക്ക് വിടുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സാധാരണ ഒരു മെക്കാനിക്കൽ സൈഡ് പോലെ ഇതിന് റിങ്സുകൾ, ഇതൊരു ഓയിൽ റിങ്, ഇത് അതിൻ്റെ പിസ്റ്റൺ റിങ്ങുകളാണ്. ഈ പിസ്റ്റൺ റിങ്ങാണ് നമുക്ക് കാറ്റ് അല്ലെങ്കിൽ എയർ ഉള്ളിലേക്ക് കടത്താനും കൊണ്ടുപോകാനുള്ളത്. ഇത് ഓയിൽ താഴെ നിന്ന് ഓയിൽ സക്ക് ചെയ്ത് മേലിൽ ചെന്നിട്ട് ഈ ഒരു ലൂബ്രിക്കേഷനിന് എപ്പോഴും ആവശ്യമാണ്. അതല്ലെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് ഇവിടെ സ്ക്രാച്ചുകൾ വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു സംവിധാനം വരുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. ഇതിൻ്റെ അകത്തൊരു കണക്റ്റിംഗ് റോഡാണിത്. ഒരു കണക്റ്റിംഗ് പിന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് സർക്കിൾ പോലെ ഇട്ടിട്ട് അതിനെ ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഇതുവഴി ഇങ്ങനെ ഇട്ടിട്ട് ഇതിലേക്ക് കടത്തി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു സെക്ഷൻ്റെ ഏകദേശം നമ്മുടെ അവിടത്തേക്കുള്ള വർക്ക് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഇവിടെ അടയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ഒരു സിസ്റ്റം. അപ്പോൾ അതിലേക്ക് ഇത് വരാൻ വേണ്ടി ഒരു റബ്ബർ ബ്ലാഡറുണ്ട്. ആ ബ്ലാഡർ നമ്മളിവിടെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഈ ബ്ലാഡർ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിന് തന്നെ ഇത് വെച്ചിട്ടാണ് നമ്മൾ അടയ്ക്കാനുള്ളത്. ഇവിടെ ഇങ്ങനെ ഒരു ചാലുണ്ട്. ആ ചാലിലേക്ക് വീഴത്തക്ക രീതിയിലായിരിക്കണം നമ്മളത് ചെയ്യാനുള്ളത്.
അപ്പോൾ ഇവിടെ ഓയിൽ സാധാരണ ലീക്ക് വരില്ല. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നമുക്കിത് പാക്കിംഗ് കാമ്പൗണ്ട് അവിടെ വെക്കാം. നമ്മുടെ അനാബോണ്ട് പോലെയുള്ള പാക്കിംഗ് കാമ്പൗണ്ട് നമുക്കവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ ഒരു ഡൗട്ട് അങ്ങ് മാറും. നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു പാക്കിംഗ് കാമ്പൗണ്ടാണ്. ഇത് ഒരു ഹീറ്റ് പ്രൊട്ടക്ടർ കൂടിയാണ് ഈ പാക്കിംഗ് കാമ്പൗണ്ട്. അപ്പോൾ അതുകൊണ്ട് മറ്റ് ചൂടാവുകയോ മറ്റോ വന്നാൽ പോലും ലീക്ക് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ബ്ലാഡറൊക്കെ അതിലിട്ട് ഫിറ്റ് ചെയ്ത് ഇനി നമുക്കതിലേക്ക് കിടത്തി വിടാം. അപ്പം ഇതും ഇതിൻ്റെ ബോൾട്ടുകൾ എന്ന് പറഞ്ഞാൽ എലങ്കി ടൈപ്പാണ്. അത് പല കമ്പനിയും പല രീതിയിൽ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ കമ്പനി എലങ്കിയാണ് ഉപയോഗിക്കുന്നത്. ചിലവരാണെങ്കിൽ നമ്മുടെ സാധാരണ ബോൾട്ടുകളാണ് ഉപയോഗിക്കുന്നത്. ഉണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ഓവറായിട്ട് ടൈറ്റ് ചെയ്ത് ഒരു ടോർക്ക് കറക്റ്റാക്കി കയ്യിൽ നമ്മൾ നിർത്തണം. അതല്ലെങ്കിൽ ഇതൊരു അലായിയാണ്, അത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ അധികം ടൈറ്റിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ പാക്കിംഗ് കാമ്പൗണ്ടൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം നമ്മളെന്താണെങ്കിലും ആ ഒരു ക്രാങ്കിൻ്റെ പിസ്റ്റൺ റൂം നമ്മൾ കറക്റ്റാക്കി കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ടുള്ളതാണ്. അതിന് മുമ്പ് നമുക്ക് ഈ മോട്ടർ സൈഡ് സെറ്റ് ചെയ്യണം. നമുക്കടുത്ത് മോട്ടർ സൈഡ് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് മോട്ടർ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് സെറ്റ് ചെയ്യാനുള്ളൊരു സൗകര്യത്തിനായിട്ടാണ് ഞാനിങ്ങനെ ആ ഒരു പൊസിഷനിലേക്ക് നമ്മൾ വെച്ചേക്കുന്നത്. വളരെ ശ്രദ്ധിക്കണം, കാരണം തട്ടാതെ മുട്ടാതെ തന്നെ ഇത് അതിലേക്ക് വെക്കുക. ഓക്കെ, അടുത്തതായിട്ട് ഈ സൈഡിലെ ബെയറിങ് നമുക്കിതിലേക്ക് വയ്ക്കാം. നമുക്ക് നല്ല ബെയറിങ് ഇതിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമുക്ക് കണക്ഷൻസുകൾ ഈ രണ്ട് സൈഡിൽ കൂടി എടുക്കണം. ഇത് കപ്പാസിറ്റർ, ഇത് മെയിൻ ലൈനും എർത്തുമാണ് ഇതിൽ കിടക്കുന്നത്. നമ്മൾ ഹാമർ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. അല്ല, ഇത് കാസ്റ്റേണാണ്. അപ്പോൾ ഏകദേശം അതിൻ്റെ സിറ്റിംഗ് ആയിട്ടുണ്ട്. ഇനി അതിന് 4 ബോൾട്ടുകളുണ്ട്. നമുക്ക് ആ ബോൾട്ടുകൾ കറക്റ്റ് സ്ട്രൈറ്റായിട്ട് തന്നെ ഇറക്കുക. ബോഡി എർത്ത് ലൈനും കൂടി ഈ ബോൾട്ടിലൂടി ഇറക്കിയിടുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും നമ്മൾ മോട്ടറുകൾ സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അലൈൻമെൻറ്റ് നമുക്ക് കറക്റ്റായിട്ട് ഏകദേശം വരണമെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഈ ഒരു സൈഡിലെ എൻ്റെ വല സൈഡിലെ അത് ടൈറ്റ് ചെയ്ത് ഓവർ ടൈറ്റ് ചെയ്യരുത്. ഒന്ന് ജസ്റ്റ് അവിടെ കൊണ്ട് വയ്ക്കുക. അതേപോലെ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റുള്ള ബോൾട്ടാണ് പിന്നെ നമ്മൾ ടൈറ്റ് ചെയ്യാനുള്ളത്. അതും കൊണ്ടുവച്ചു. അപ്പം ഇത് രണ്ടും ആക്കി അതിന് ശേഷമാണ് പിന്നെ ഈ 2 ഓപ്പോസിറ്റുള്ളത് ടൈറ്റ് ചെയ്യാം. കാരണം എപ്പോഴും മോട്ടറുകൾ സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അലൈൻമെൻറ്റ് നമ്മൾ കറക്റ്റായിട്ട് നിർത്താൻ ഇതാണ് ഏറ്റവും ബെറ്റർ ഐഡിയ. അപ്പോൾ നമ്മുടെ മോട്ടർ സൈഡ് ഏകദേശം സെറ്റായിട്ടുണ്ട്. അതിനെ നമ്മുടെ പിസ്റ്റൺ സൈഡ് ഒരു 50% അതും സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മോട്ടർ ഇങ്ങനെ ഒന്ന് കറക്കി നോക്കുമ്പം അത് നല്ല ആ ബെയറിങ്ങിൽ കിടന്ന് നല്ല ഫ്രീ ആയിരിക്കണം. എവിടെയെങ്കിലും ടൈറ്റ് ആവുകയോ എല്ലാം ചെയ്യുകയാണെങ്കിൽ കോറും റോട്ടറുമായിട്ട് ചിലപ്പോൾ ഒന്ന് തട്ടാനോ ഒരയാനോ ഒക്കെ സാധ്യതയുണ്ട്. കാരണം മില്ലി പോയിൻ്റ് മാത്രമാണ് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ നോക്ക്, നല്ല ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ട്. അപ്പോൾ അത് മോട്ടർ സൈഡ് ഓക്കെയാണ്.
അപ്പോൾ നമുക്കിതിൻ്റെ സിലിണ്ടറും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മൾ ഈ സിലിണ്ടർ സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റിങ്സ് ഈ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് അമർത്തി വേണം ഈ സിലിണ്ടറിൻ്റെ ഇതിൻ്റെ ഈ പോക്കറ്റിലേക്ക് നമ്മൾ കടത്തിവിടാം. അതല്ലാന്നുണ്ടെങ്കിൽ ആ റിങ്സ് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ കൂടെ പാക്കിങ് ഇടണം. ഞാനിത് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ട് ഇത് ആദ്യം ഇട്ടില്ല എന്നുള്ളത്. കാരണം അങ്ങനെ ഇടാൻ നേരത്ത് നമ്മളിത് പിടിക്കാൻ നമ്മുടെ കയ്യിലും ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് രണ്ടാമത് ഈ പാക്കിംഗ് കാമ്പൗണ്ട് നമ്മൾ അവിടത്തേക്ക് കൊടുക്കുന്നത്. സെറ്റായിട്ടുണ്ട്. ഇനി നമ്മുടെ ഇവിടെ 2 പിന്നുണ്ട്. ഈ പിന്നിലാണ് നമ്മുടെ വാൽവ് റീഡ് കിടക്കാനുള്ളത്. ഇതാണ് നമ്മുടെ ഇതിൻ്റെ വാൽവ് റീഡ് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ എൻഡിലൊരു ബെൻഡുണ്ട്, അത് കൃത്യമായിരിക്കണം. അതെല്ലാന്നുണ്ടെങ്കിൽ എയർ ഫുള്ളായിട്ട് കയറാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അടുത്ത വാൽവ് റീഡ് അതിൻ്റെ ഒരു ക്യാപ്പുണ്ട്. ആ ക്യാപ്പ് കൂടെ സെറ്റ് ചെയ്യാണ്. പാക്കിംഗ് കമ്പൗണ്ട് വെച്ചോളുക. വെച്ചില്ല എന്ന് വിചാരിച്ചിട്ട് വലിയ കുഴപ്പമുണ്ടല്ലോ. പക്ഷേ നമ്മുടെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട്, നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഒക്കെയാണ്. ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ലീക്കുകളുണ്ടെങ്കിൽ ഈ കാമ്പൗണ്ടിൽ അങ്ങ് മാറും. സെറ്റായി. ഇനി നമുക്ക് ഹെഡിലെന്ന് പറഞ്ഞാൽ 2 വേ ആണ്. ഒന്ന് സക്ഷനും ഒന്ന് ഡെലിവറിയും. അപ്പോൾ ഇതുവഴി കാറ്റ് വലിച്ചെടുക്കുക, ഇതുവഴി അത് ഡെലിവറി ചെയ്യുക. അതാണ് അതിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഇവിടെയും കുറച്ച് പാക്കിംഗ് കാമ്പൗണ്ട് നമ്മൾ വെച്ച് കൊടുക്കുക. സെറ്റ് ചെയ്ത് ഇനി നമുക്ക് അതിൻ്റെ ആ ബോൾട്ടുകൾ ഇട്ട് സെറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പം നമ്മുടെ എയർ കംപ്രസറിൻ്റെ 25 ലിറ്റർ എയർ കംപ്രസറിൻ്റെ കംപ്രസർ സൈഡെല്ലാം സെറ്റായിട്ടുണ്ട്. മോട്ടോർ സൈഡെല്ലാം സെറ്റുണ്ട്. ഇനി അതിൻ്റെ ഫാനുണ്ട്. ഫാൻ ഫിറ്റ് ചെയ്യണം. ഫാൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കൂളിങ്ങിലേക്ക് ആവശ്യമായിട്ടുള്ള കാറ്റ് അല്ലെങ്കിൽ എയർ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇതിൻ്റെ മുകളിലേക്കുള്ളത്, മോട്ടോർ ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളത്.
ഇനി നമുക്ക് ഇത് ഇതിൻ്റെ ടാങ്കിൻ്റെ പുറത്ത് ഫിറ്റ് ചെയ്ത് എത്ര ലിറ്റർ എയർ കയറുന്നുണ്ട്, അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ സ്റ്റോപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് ഓണാകുന്നത്, ഓട്ടോമാറ്റിക്കായിട്ട് എയർ കയറുന്നതും ഒക്കെ നമുക്ക് വീണ്ടും കാണിക്കാം. ഒരു ലോങ് വീഡിയോ ആയി പോകും. അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ വീണ്ടും കാണും. നന്ദി, നമസ്കാരം.